അങ്ങനെ കേരളത്തിലേക്ക് ഒരു ഗോൾഡ് സിറ്റി വരികയാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ ഗോൾഡ് സിറ്റി ഇതാ അധികം താമസിയാതെ യാഥാർത്ഥ്യമാകും. 3.5 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വരുമാനം പ്രതീക്ഷിക്കുന്ന നിർദ്ദിഷ്ട ഗ്ലോബൽ ഗോൾഡ് സിറ്റി GCCക്കായി ഗോൾഡ്സിക്ക പ്രൈവറ്റ് ലിമിറ്റഡുമായാണ് കിൻഫ്ര ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. സ്വർണത്തിന്റെ ശുദ്ധീകരണം മുതൽ വിപണനം വരെയുള്ള മുഴുവൻ വിപണി ശൃംഖലയെ ഏകീകരിക്കുന്ന ഒരു സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് മട്ടന്നൂരിൽ GCC വിഭാവനം ചെയ്തത്. കിൻഫ്രയുടെ കീഴിൽ മട്ടന്നൂരിൽ 1000 ഏക്കർ ഭൂമി നിർദ്ദിഷ്ട പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഗോൾഡ്സിക്ക പ്രൈവറ്റ് ലിമിറ്റഡ്. സ്വർണത്തിന്റെ ശുദ്ധീകരണം, ഫ്ലോട്ടിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, വ്യാപാര നിർമ്മാണ മേഖല, ഡിജിറ്റൽ ഗോൾഡ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ട്രേസബിലിറ്റി, പരിശീലനത്തിനും വൈദഗ്ധ്യത്തിനുമായുള്ള ഗോൾഡ് യൂണിവേഴ്സിറ്റി എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. 3 വർഷത്തിനുള്ളിൽ നേരിട്ടുള്ള 1 ലക്ഷം തൊഴിലവസരങ്ങളും 5 വർഷത്തിനുള്ളിൽ 1 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതി പൂർത്തിയാകുമ്പോൾ 5 വർഷത്തിനുള്ളിൽ 40 മുതൽ 60 ബില്യൺ ഡോളർ വരുമാനം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. വ്യവസായ മന്ത്രി P രാജീവിന്റെ സാന്നിധ്യത്തിൽ കിൻഫ്ര ചെയർമാൻ സന്തോഷ് കോശി തോമസും ഗോൾഡ്സിക്ക പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ S തരിജും ആണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ESG നയം പാലിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിതെന്നും പദ്ധതിയിലൂടെ കേരളത്തിന്റെ സ്വർണ്ണ വ്യാപാര മേഖലയിലേക്ക് വലിയ തോതിലുള്ള നിക്ഷേപം കൊണ്ടുവരാൻ സാധിക്കുമെന്നുമാണ് മന്ത്രി P രാജീവ് പറഞ്ഞത്. സ്വർണ്ണ ഉപഭോഗത്തിൽ കേരളം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ്. കേരളത്തോടൊപ്പമുണ്ട് തമിഴ്നാട്, ആന്ധ്രയുമുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ഈ ഗോൾഡ് സിറ്റി ദക്ഷിണേന്ത്യയിൽ മൊത്തം ഒരു സ്വർണ്ണ വ്യാപാരത്തിന്റെയും സ്വർണ്ണ നിർമ്മാണത്തിന്റെയും പ്രധാന ഹബ്ബായി മാറുമെന്ന് തന്നെയാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ.